ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമയുടെ വീട്ടിലേക്ക് എത്തിയ ശാലിനിയെ ഗവനിക്കാതെ തന്റെ കയ്യിലുള്ള നോട്ട്ബുക്കിലേക്ക് തന്നെ മുഖം കുനിച്ചിരിക്കുന്ന സത്യഭാമയെ കണ്ട് ശാലിനി അനുവാദത്തിനായി കാത്തു നിൽക്കുമ്പോൾ അടുത്ത് നിന്ന രമണൻപിള്ള കൈകൾ കൊണ്ട് ആംഗ്യം കാട്ടി. ചോദിക്കാൻ നിൽക്കണ്ട, അകത്തേക്ക് കയറിക്കോ കയറിക്കോ എന്ന് ആംഗ്യം കാട്ടുകയും, ഇനി കുഞ്ഞ് അകത്തേക്ക് കയറുവാ, ഞാൻ കൂടെ വരാൻ വേണമെങ്കിൽ കൂടെ, സാറ് അകത്തുണ്ട് എന്ന് പറഞ്ഞ് രമണൻപിള്ള വേഗം ശാലിനിയോട് അകത്തേക്ക് കയറാനായിട്ട് പറയുന്നു. സത്യാമ്മ ഒന്നും പറയില്ലെന്നും അകത്തേക്ക് കയറിക്കോ എന്ന് രമണൻപിള്ള കൈകൾ കൊണ്ട് കാണിക്കുന്നത് കണ്ട് അവസാനം ശാലിനി ധൈര്യം സംഭരിച്ച് അകത്തേക്ക് കയറി. സത്യഭാമ അപ്പോഴും ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുമ്പോൾ ശാലിനി രമണൻപിള്ളയ്ക്കൊപ്പം അകത്തേക്ക് പോയെന്ന് ഉറപ്പായതോടെ തന്റെ കയ്യിലിരുന്ന ആ നോട്ട്ബുക്ക് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം സത്യഭാമ ഒന്നും നടന്നിട്ടില്ലാത്ത രീതിയിൽ അവിടെ ഇരുന്നു. അതിനുശേഷം രാഘവൻ നായർ നല്ല മയക്കത്തിലായതുകൊണ്ട് അകത്തേക്ക് കയറി വന്ന ശാലിനിയും രമണൻപിള്ളയും വന്നതറിയാതെ രാഘവൻപിള്ള ഉറങ്ങിക്കിടക്കുമ്പോൾ അകത്തെത്തിയ രമണൻപിള്ള രാഘവൻ നായരെ തട്ടി വിളിച്ചു. സാറേ ഇങ്ങ് നോക്കിക്കേ, ഇത് ആരാ വന്നേന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞതും രാഘവൻ നായർ പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കുമ്പോ അരികിൽ വന്ന് നിൽക്കുന്ന ശാലിനിയെ കണ്ടു. ആഹാ, മോളോ എപ്പോ എത്തി എന്ന് ചോദിച്ച് രാഘവൻ നായർ വേഗം ചാടി എഴുന്നേറ്റു. അപ്പോഴേക്കും ശാലിനി അരികിലേക്ക് എത്തി. അച്ഛൻ ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല മോളെ, നീ ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചത് അതെന്റെ അവസാന നിമിഷങ്ങളാണെന്നാണ്, അതോടെ ഞാൻ തീരുകയാണെന്നാണ് ഞാൻ കരുതിയത് എന്ന് ശാലിനിയോട് രാഘവൻ നായർ പറയുന്നു. അത് കേട്ടതും ശാലിനി പറഞ്ഞു, അച്ഛൻ അങ്ങനെയൊന്നും പറയരുത്, അച്ഛൻ ഞങ്ങൾക്കൊപ്പം എന്നും ഉണ്ടാവും എന്ന് ശാലിനി രാഘവൻ നായരോട് പറഞ്ഞു. ഉടനെ രാഘവൻ നായർ പറഞ്ഞു, മോളെ, നീ കൃത്യസമയത്ത് എത്തിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെയുള്ളത്, ഇല്ലെങ്കിൽ അതോടെ ഞാൻ തീരുമായിരുന്നു എന്ന് പറഞ്ഞു. ശാലിനി പറഞ്ഞു, അച്ഛനെ ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട കേട്ടോ, കൃത്യസമയത്ത് ആഹാരം കഴിക്കണം, കൃത്യസമയത്ത് മരുന്ന് കഴിക്കണം, ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് ഉറങ്ങുകയും ചെയ്യണം കേട്ടല്ലോ, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ അതേപടി തന്നെ ചെയ്തിരിക്കണം എന്ന് ശാലിനി രാഘവൻ നായരോട് പറയുന്നു. അതെ, അങ്ങനെയൊക്കെ കൃത്യമായി ചെയ്താൽ നമുക്ക് യാതൊരു കുഴപ്പവുമില്ലാതെ ഇനി എത്ര കാലം വേണേലും ജീവിക്കാം കേട്ടല്ലോ എന്ന് ശാലിനി രാഘവൻ നായരോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോലും സംശയം തോന്നും, നമുക്കുണ്ടായിരുന്ന രോഗങ്ങൾ എവിടെ പോയെന്ന് എന്ന് പറഞ്ഞ് ശാലിനി അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രമണൻപിള്ള പറഞ്ഞു, കുഞ്ഞെ, കൃത്യസമയത്ത് ആഹാരവും ഭക്ഷണവും ഒക്കെ സത്യാമ്മ കൊടുക്കുന്നുണ്ട്, ഭക്ഷണം വിളിച്ചെഴുന്നേൽപ്പിച്ച് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നുമുണ്ട് എന്ന് ശാലിനിയോട് രമണൻപിള്ള അറിയിച്ചു. അപ്പോഴേക്കും ശാലിനി വേഗം തന്റെ പേഴ്സിലുണ്ടായിരുന്ന കുറച്ച് പണം എടുത്ത് അത് രാഘവൻ നായരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഇത് അച്ഛന്റെ കയ്യിൽ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. ഉടനെ ശാലിനിയെ നോക്കി രാഘവൻ നായർ മോളെ എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു, ഇത് അച്ഛന്റെ കയ്യിൽ ഇരുന്നോട്ടെ, അച്ഛന്റെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട്, സത്യാമ്മയോട് പറയണ്ട, സത്യാമ്മ സമ്മതിക്കില്ല, പിന്നെ ഇക്കാര്യം എന്തായാലും പിള്ളച്ചേട്ടൻ ആരോടും പറയാനും പോകുന്നില്ല അല്ലെ പിള്ളച്ചേട്ടാ എന്ന് പറഞ്ഞു. പിള്ളച്ചേട്ടൻ നോക്കി ചിരിച്ചുകൊണ്ട് നിന്നു. ഉടനെ രാഘവൻ നായർ അത് കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, മോളെ, നീ ഇടയ്ക്ക് ഇവിടേക്ക് വരണം കേട്ടോ, സമയം കിട്ടുമ്പോ. ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ അത് മനസ്സിനൊരു ആശ്വാസമാണ്, മോളോട് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ചും. പിന്നെ അറിയാമല്ലോ, വീട്ടിൽ ഇങ്ങനെയുള്ള ഇരിപ്പ് മാത്രമാണ് എനിക്ക്, അതുകൊണ്ട് മോള് വരുവാണെങ്കിൽ, മോളോടൊന്ന് സംസാരിക്കുകയാണെങ്കിൽ അത് എനിക്കൊരു ആശ്വാസമാണ് എന്ന് ശാലിനിയോട് രാഘവൻ നായർ അറിയിച്ചു. ഉടനെ ശാലിനി പറഞ്ഞു, വരാച്ചാ, ഞാൻ വരാം, സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അച്ഛൻ്റെ അടുത്തോട്ട് എത്തിക്കോളാം എന്ന് പറഞ്ഞു. എന്നാ ഇപ്പൊ ഇറങ്ങട്ടെ, ഇനി ഞാൻ ഇരുന്ന് സത്യാമ്മയെ മുഷിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ് ശാലിനി വേഗം രാഘവൻ നായരുടെ യാത്ര പറഞ്ഞ് ഇറങ്ങുന്നു. അച്ഛൻ ഒന്നും ഓർത്ത് വിഷമിക്കരുത് കേട്ടോ, ഇനി എന്താവശ്യം ഉണ്ടെങ്കിലും അച്ഛൻ എന്നെ വിളിച്ചാൽ മതി, ഞാൻ എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ ഓടിയെത്തിയിരിക്കും എന്ന് ശാലിനി രാഘവൻ നായരോട് പറഞ്ഞു. അച്ഛന് സന്തോഷമായി മോളെ ഇടയ്ക്ക് ഇറങ്ങിയാൽ മതി എന്ന് രാഘവൻ നായർ പറഞ്ഞുകൊണ്ട് എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ ശാലിനി പറഞ്ഞു, വേണ്ട, അച്ഛൻ ഇവിടെ കിടന്നോ, റെസ്റ്റ് എടുത്താൽ മതി, ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞു. മോളെ എടി എന്ന് വിളിച്ചിട്ട് ശാലിനിയുടെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് രാഘവൻ നായർ പറഞ്ഞു, മോളെ, നീ ഇവിടെ വന്നിട്ട് ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാതെ എങ്ങനെയാ പിള്ളേ എന്ന് വിളിച്ചതും ശാലിനി പറഞ്ഞു, വേണ്ട പിള്ളച്ചേട്ടാ, സാരമില്ല ചാ, ഇനി വരുമ്പോഴാകാലോ, ഞാൻ ഇനിയും വരുമല്ലോ, അപ്പൊ കുടിക്കാലോ, എന്നാ ഞാൻ ഇറങ്ങട്ടെ അച്ഛാ എന്ന് പറഞ്ഞ് ശാലിനി വേഗം യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങുന്നു. പിള്ളച്ചേട്ടനും പിന്നാലെ ശാലിനിയോടൊപ്പം പോകുമ്പോൾ രാഘവൻ നായർ തന്റെ കയ്യിൽ തന്ന ആ പണം കയ്യിൽ പിടിച്ച് ഒന്ന് നോക്കി. ശാലിനി പുറത്തേക്ക് ഇറങ്ങി വന്നതും അവിടെ നിന്ന് സത്യാമ്മ ശാലിനിയെ കണ്ടില്ല എന്ന ഭാവത്തിൽ അങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും സത്യഭാമ ഒന്നും നോക്കാതെ ശാലിനിയുടെ നേരെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മുഖം തിരിച്ചങ്ങനെ ഇരിക്കുന്നത് കണ്ട് ശാലിനി അല്പനേരം ഒന്ന് നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ശാലിനി നേരെ ചെന്ന് കാൽ കയറി അവിടെ നിന്ന് പോകുന്നത് കണ്ടതോടെ സത്യഭാമ ശാലിനിയെ ഒന്ന് നോക്കുന്നു. വണ്ടിയിൽ കയറി ശാലിനി അവിടെ നിന്ന് പോകുമ്പോൾ സത്യഭാമ ശാലിനി പോകുന്നത് നോക്കിയിട്ട് കുറച്ചു നേരം ഇരുന്നു. അതിനുശേഷം
ഒന്നും മിണ്ടാതെ സത്യാമ്മ അങ്ങനെ ഇരിക്കുമ്പോ രമണൻ പിള്ള സത്യഭാമയെ ഒന്ന് നോക്കി. ഈ സമയത്ത് രാഘവൻ നായർ തന്റെ കയ്യിലിരുന്ന ആ പണം നോക്കുമ്പോ സത്യാമ്മ വേഗം എഴുന്നേറ്റ് അകത്തേക്ക് കയറിപ്പോയി. സത്യഭാമ വരുന്നുണ്ടെന്ന് കണ്ടതോടെ രാഘവൻ നായർ ആ പണം വേഗം തന്റെ കൈ കിട്ടിയ ആ പണം പെട്ടെന്ന് തലയണയുടെ അടിയിലേക്ക് എടുത്തു വെച്ചു. സത്യഭാമ കണ്ടാൽ ചോദ്യം ചെയ്യുന്ന ഉറപ്പായതുകൊണ്ട് രാഘവൻ നായർ സത്യഭാമയുടെ കണ്ണിൽ പെടാതെ പതുക്കെ മറച്ചു വെച്ചു. രാഘവൻ നായർ അരികിലേക്ക് എത്തിയ സത്യഭാമ രാഘവൻ നായരെ ഒന്ന് നോക്കി വേദനയോടെ സങ്കടത്തോടെ അവിടെ ആ ചെയറിലേക്ക് ഇരിക്കുമ്പോൾ രാഘവൻ നായർ തന്റെ തലയണയ്ക്ക് കീഴിൽ വെച്ച ആ പണം സത്യഭാമയുടെ കണ്ണിൽ പെടാതിരിക്കാനായി തലയണയിൽ കൈകൾ കൊണ്ട് അമർത്തി വെച്ചുകൊണ്ട് രാഘവൻ നായർ ഒന്നും അറിയാത്തതുപോലെ അവിടെ ഇരിക്കുന്നു. അതിനുശേഷം ശാരദാമ്മ സത്യമോളെ ഭക്ഷണം കഴിക്കാനായി വിളിക്കുമ്പോഴാണ് വിഷ്ണു അവിടെ ശാരദാമ്മയുടെ വീട്ടിലേക്ക് വന്നെത്തിയത്. മുറ്റത്ത് വണ്ടി വെച്ച് വിഷ്ണു അകത്തേക്ക് കയറി വന്നതും ആഹാ മോനോ എന്ന് ചോദിച്ച് കയറി വാ മോനെ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ വളരെ സ്നേഹത്തോടെ സത്യാമ്മ അകത്തേക്ക് വിളിച്ചു. അവിടെ വന്നിരുന്ന വിഷ്ണു പുഞ്ചിരിച്ചുകൊണ്ട് അവിടേക്ക് വന്നിരുന്നത് ഉടനെ സത്യഭാമ പറഞ്ഞു, മോളെ സത്യെ, ഇതാരാ വന്നിരിക്കുന്ന നോക്കിയേ, രാവിലെ മുതല് നീ അന്വേഷിച്ചു നടന്ന ആളാ എന്ന് പറഞ്ഞതും മോളെ എന്ന് വീണ്ടും ശാരദാമ്മ വിളിച്ചതും ഓടി സത്യ അവിടേക്ക് എത്തി. ഹായ് അച്ഛാ എന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ അരികിലേക്ക് എത്തി വിഷ്ണുവിനെ കെട്ടിപ്പിടിക്കണം. മോളെ എന്ന് വിളിച്ച് വിഷ്ണുവും സത്യമോളെ കെട്ടിപ്പിടിച്ച് മോളുടെ കവളത്തൊരു ഉമ്മ കൊടുത്തിട്ട് ഉടനെ വിഷ്ണുവിനോട് സത്യ ചോദിച്ചു, അച്ഛാ ഞാൻ പറഞ്ഞത് അച്ഛൻ മേടിച്ചോണ്ട് വന്നോ എന്ന് ചോദിച്ചതും അത് പിന്നെ അച്ഛൻ മറക്കുവോ, ദാ എന്ന് പറഞ്ഞ് ചോക്ലേറ്റ് വേഗം സത്യക്ക് കൊടുത്തു. സത്യ അപ്പോഴേക്കും എന്റെ ചക്കര അച്ഛൻ എന്ന് പറഞ്ഞ് വിഷ്ണുവിന് ഒരു ഉമ്മ കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, അപ്പോ പറഞ്ഞയച്ച കൃത്യമായിട്ട് മേടിച്ചോണ്ട് വരുമല്ലേ എന്ന് ചോദിച്ചതും പിന്നെ എന്റെ പൊന്നുമോൾക്ക് വാങ്ങിച്ചെങ്കില്ലെങ്കിൽ പിന്നെ ആർക്കാ മേടിക്കുക, എന്റെ മോളുടെ ആവശ്യം കഴിഞ്ഞിട്ടേ മറ്റാർക്കും ഉള്ളൂ എന്ന് പറഞ്ഞ് വിഷ്ണു മറ്റെന്തോ ഉള്ളൂ എന്ന് പറഞ്ഞ് സത്യമോളോട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഉടനെ ശാരദാമ്മ ചോദിച്ചു, എന്നാ രണ്ടുപേർക്കും കൂടി ഭക്ഷണം എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, വേണ്ട ശാരദാമ്മേ, വൈകിട്ട് ഓട്ടം ഉള്ളതാ, അതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിയത്, പിന്നെ ഇത് മോൾക്ക് കൊടുക്കണമായിരുന്നു, ഇവൾക്ക് വേണേ എടുത്തോ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സത്യ പറഞ്ഞു, എനിക്കും വേണ്ട ശാരദാമ്മേ, എനിക്കും വിശക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ അപ്പൊ രണ്ടുപേർക്കും ഭക്ഷണം വേണ്ട അല്ലെ എന്ന് ചോദിച്ചതും വിഷ്ണു അത് കേട്ട് ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ശാരദാമ്മ പറഞ്ഞത്, ശ്യാമ പപ്പിമോളെയും കൂട്ടി വീട്ടിലേക്ക് പോയിട്ടുണ്ട് രോഹിത്തിനരികിലേക്ക്, എങ്ങനെയാവോ എന്തോ, ഇനിയിപ്പോ എങ്ങനെ ആണെന്നറിയത്തില്ല, നല്ല രീതിയിൽ ജീവിച്ചാൽ മതിയായിരുന്നു, എങ്ങനെയായിരിക്കും ഇനി അവന്റെ പെരുമാറ്റമൊന്നും അറിയത്തില്ല, ഇനിയെങ്കിലും നന്നായാകാൻ ശ്രമിച്ചാൽ മതിയായിരുന്നു, ഇല്ലെങ്കിൽ എന്റെ മോളുടെ ഭാവി ഇതോടെ തീരും എന്ന് പറഞ്ഞ് ശാരദാമ്മ സങ്കടപ്പെടുമ്പോ വിഷ്ണു പറഞ്ഞു, അവന്റെ പോക്ക് അത്ര നല്ലതല്ല, ഇപ്പോ തുടങ്ങിയിരിക്കുന്ന കൂട്ടുകെട്ടും അത്ര നല്ലതല്ല, അതുകൊണ്ട് തന്നെ പുതിയ ബിസിനസ് തുടങ്ങാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്, അതൊന്നും അത്ര നല്ല ബിസിനസ് അല്ല താനും, എന്തായാലും ഇനി അവനെ നേർവഴിക്ക് കൊണ്ടുവരണമെങ്കിൽ അവൻ തന്നെ തീരുമാനിക്കണം എന്ന് പറയുമ്പോ ശാരദാമ്മ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാൽ എന്താ, അവളുടെ ജീവിതം ഇനി എങ്ങനെയാവും അറിയത്തില്ല, ശ്യാമ എങ്കിലും ഇനി അവനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ശാലിനി അവിടേക്ക് എത്തി. ശാലിനി വിഷ്ണുവിന്റെ വണ്ടി അവിടെ ഇരിക്കുന്നത് കണ്ടതോടെ വേഗം സന്തോഷത്തോടെ അകത്തേക്ക് എത്തി. അകത്തേക്ക് കയറി വന്നതും ആ വിഷ്ണുവേട്ട എന്ന് വിളിച്ചതും ശാലിനി എത്തിയല്ലോ എന്ന് പറഞ്ഞ് ശാരദാമ്മ ശാലിനിയെ നോക്കുന്നു. വിഷ്ണുവിന്റെ അരികിൽ ഇരുന്ന സത്യ ചോക്ലേറ്റ് തിന്നുന്ന കണ്ടുകൊണ്ട് ശാലിനി അകത്തേക്ക് എത്തിയിട്ട് പറഞ്ഞു, തുടങ്ങിയല്ലേ ചോക്ലേറ്റ് തീറ്റ, ഈയിടെയായിട്ട് നിനക്ക് ചോക്ലേറ്റ് തീറ്റ അല്പം കൂടുതലാണ്, പല്ലെല്ലാം അങ്ങ് പൊക്കോട്ടെ എന്ന് പറഞ്ഞതും ഉടനെ വിഷ്ണു പറഞ്ഞു, പിന്നെ ഈ ചോക്ലേറ്റ് തിന്ന് എന്റെ മോളുടെ പല്ലൊന്നും പോകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ശാലിനി അവിടെ ഇരുന്നിട്ട് ചോദിച്ചു, അല്ല വിഷ്ണുവേട്ടൻ എവിടെ പോകുന്നു എന്ന് ചോദിച്ചതും ഇന്ന് വൈകിട്ട് ഓട്ടം ഉണ്ട്, അപ്പൊ ഓട്ടത്തിന് പോകുന്ന വഴി ഇവിടെ ഒന്ന് കാണാൻ വേണ്ടി ഇങ്ങ് കയറിയതാ എന്ന് പറഞ്ഞു. ചോക്ലേറ്റ് കൊടുക്കാൻ വേണ്ടി ഇങ്ങ് വന്നതായിരിക്കും അല്ലേ എന്ന് ശാലിനി വിഷ്ണുവിനോട് ചോദിച്ചു. അങ്ങനെ പറഞ്ഞ് സത്യക്കിട്ട് ഒരു ചെറിയ നുള്ളു കൊടുത്തുകൊണ്ട് ശാലിനി ഇരിക്കുമ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു, ഞാൻ ശ്യാമയുടെയും രോഹിത്തിന്റെയും കാര്യം പറയുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു, അവിടെ ചില ബിസിനസ്സുകളൊക്കെ തുടങ്ങിയെന്ന് അറിഞ്ഞു, അത് അന്വേഷിക്കാനായിട്ട് ഞാൻ അവിടേക്ക് ആളെ അയച്ചു, പക്ഷെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞത് വിഷ്ണു പറഞ്ഞു, അവിടെ അങ്ങനെയൊക്കെ തുടങ്ങിയെന്നുള്ള സത്യം തന്നെയാ, അവൻ നശിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്, അവന്റെ കൂടെയുള്ളതും അങ്ങനെയുള്ള ആളുകളാണല്ലോ, എന്തായാലും അവിടെ അത്തരത്തിലുള്ള ബിസിനസ്സുകൾ തുടങ്ങിയതിന് അവൻ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയോട് സംസാരിക്കുകയും, എന്തായാലും എനിക്ക് അതൊന്നും പറയാൻ പറ്റുന്നില്ല, ഞാൻ പോവാ എന്ന് പറഞ്ഞ് വിഷ്ണു ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ശാലിനി വിഷ്ണുവിന്റെ കയ്യിൽ കടന്നു പിടിച്ചു. വിഷ്ണുവേട്ടാ, അവിടെ അങ്ങനെ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ബിസിനസ്സും നടക്കാൻ ഞാൻ സമ്മതിക്കില്ല, നമ്മുടെ ആളുകളുടെ മേന്ന് നിയന്ത്രണം, ഒരു നോട്ടം ഇപ്പോഴും അവിടെ തന്നെയുണ്ട്, അവിടെയുള്ളവരെ എല്ലാവരെയും നമ്മുടെ ആളുകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ഒരു ബിസിനസ്സോ അത്തരത്തിലുള്ള ബിസിനസ്സുകളൊന്നും അവിടെ നടത്താൻ ഞാൻ സമ്മതിക്കില്ല, ഈ കസേരയിൽ ഞാൻ ഇരിക്കുന്നിടത്തോളം കാലം അത്തരം ബിസിനസ്സുകളൊന്നും തന്നെ അവിടെ നടത്താൻ ഞാൻ ആരെയും അനുവദിക്കില്ല,
അത്രയെങ്കിലും ആ വീടിനോട് ഞാൻ ചെയ്യണ്ടേ വിഷ്ണുവേട്ടാ? ആ വീടിന്റെ പവിത്രത ഞാൻ കാത്തു സൂക്ഷിച്ചിരിക്കും എന്ന് ശാലിനി വിഷ്ണുവിനോട് പറയുന്നു. വിഷ്ണു അതെല്ലാം കേട്ട് ആകെ സങ്കടത്തോടെ തന്റെ വീടിനെ കുറിച്ച് ചിന്തിച്ചു. അപ്പോഴാണ് ചന്ദ്രബോസും ഉപേന്ദ്രനും സുസ്മിതയും കൂടി അവിടെ ഇരുന്ന് അവർക്ക് സംഭവിച്ച പരാജയത്തെ കുറിച്ച് സംസാരിക്കുന്നത്. എത്ര പേരോട് കമ്മിറ്റ്മെന്റ് ഉണ്ടെന്നറിയാവോ? എത്ര പേരോടുള്ള കമ്മിറ്റ്മെന്റിന്റെ പുറത്താ ഈ വീട് തിരികെ പിടിച്ചെന്നറിയോ? എന്നിട്ട് ഒരു ബിസിനസ് തുടങ്ങിയിട്ട് അതാണെങ്കിൽ ഈ അവസ്ഥയിലും എത്രയോ ആളുകളെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നെന്നറിയുമോ? എല്ലാവരോടും എന്ത് മറുപടി പറയും എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അവർ സംസാരിച്ചങ്ങനെ നിൽക്കുമ്പോ ചന്ദ്രബോസ് പുക വലിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ഉടനെ സുസ്മിത പറഞ്ഞു, എന്തായാലും അസിസ്റ്റന്റ് കമ്മീഷണറുടെ ആളുകൾ അല്ലെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് പോലും ഇങ്ങനെ ഒരു നീക്കം അറിയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ചിറ്റപ്പന്റെ ആളുകൾ ഡിപ്പാർട്ട്മെന്റിൽ വളരെ കുറവാണ് എന്ന് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. മാത്രമല്ല ചിറ്റപ്പനോട് സ്നേഹമുള്ള ആളുകൾ ആരും ഇപ്പോ ആ കൂറ് കാട്ടുന്നില്ല എന്ന് വേണം പറയാൻ. സത്യത്തിൽ ആ ജോൺ എബ്രഹാം കൃത്യസമയത്ത് നമ്മൾ കൊടുത്ത ആ പണത്തിന്റെ നന്ദി കാണിച്ചതുകൊണ്ട് മാത്രമാണ് അയാള് വിവരം കൃത്യമായി നമ്മളെ അറിയിച്ചത്. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും പെട്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. ഇനിയിപ്പോ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? എത്ര ആളുകളുമായിട്ടാണ് നമ്മൾ കരാറുകൾ നടത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഉപേന്ദ്രൻ പറഞ്ഞു, കൃത്യമായിട്ട് സുസ്മിത പറഞ്ഞത് തന്നെയാണ് ശരി. നമ്മൾ പണം കൊടുത്തതിന് നന്ദി ആ ജോൺ കാട്ടിയത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും നമുക്ക് രക്ഷപ്പെട്ട് നിൽക്കാൻ കഴിഞ്ഞത്. പക്ഷെ നമ്മൾ കൊടുത്ത ആ വാക്കുകൾ പാലിക്കണം. നമ്മൾ ചിന്തിച്ചതുപോലെ ഈ ബിസിനസ് നടപ്പിലാക്കിയാൽ മാത്രമേ നമ്മൾ ആഗ്രഹിച്ച കോടികൾ സമ്പാദിക്കാൻ കഴിയൂ. അതിന് ഇനി ഒറ്റയൊരു പോംവഴി മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് അന്ന് കിട്ടിയ ആ ഗോൾഡൻ ചാൻസ് നമ്മൾ നഷ്ടപ്പെടുത്തിയതാണ്. അന്ന് ഒരു ഇഞ്ച് കൂടി കൂട്ടി അങ്ങ് കുത്തിയിരുന്നെങ്കിൽ ഇന്ന് അവളുടെ 16 അടിയന്തരവും നടത്തിയതിനു ശേഷം ഇന്ന് അവിടെ അവളുടെ തുളസിത്തറയിൽ തുളസി കിളിർത്തു നിന്നേനെ എന്ന് അസ്ഥിത്തറയിൽ തുളസി കിളിർത്തു നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഉപേന്ദ്രൻ സംസാരിക്കുന്നത് കേട്ട് ചന്ദ്രബോസ് പറഞ്ഞു, അതെ, ഇതിപ്പോ എനിക്ക് മറ്റൊരു ഡയലോഗാ ഓർമ്മ വരുന്നത്. കൈ വെട്ടിയാൽ തലയ്ക്ക് വേദനിക്കുമല്ലോ എന്ന് പറയുമ്പോ ആ കൈ തന്നെ കൈ മുറിച്ചാൽ തലയ്ക്ക് വേദനിക്കുമല്ലോ എന്ന് പറയുന്നവരോട് എന്നാ ആ കൈ അങ്ങ് വെട്ടിക്കളഞ്ഞാലോ അപ്പോഴും തലയ്ക്ക് വേദന ഉണ്ടാവുമല്ലോ എന്ന് ചോദിക്കുകയാണ്. ആ ഒരു ചോദ്യമാണ് എന്റെ മനസ്സിൽ വരുന്നത് എന്ന് പറഞ്ഞതും സുസ്മിത ചോദിച്ചു, ചിറ്റപ്പൻ എന്താ ഈ പറഞ്ഞു വരുന്നത്? തലയ്ക്കല്ലേ വേദന എടുക്കേണ്ടത്? അതായത് ശാലിനിയുടെ ആ തൊപ്പി തെറിക്കണം, അതായത് ശാലിനി ഇരിക്കുന്ന ആ സ്ഥാനത്തിന് ഇളക്കം തട്ടണം. അവളിപ്പോൾ സുഖമായിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഭരണം കാഴ്ചവെക്കുകയല്ലേ. അവൾക്ക് അങ്ങനെ യാതൊരു അനീതിയും ഇല്ലാതെ എല്ലാം വളരെ ഗംഭീരമായിട്ട് അനീതിക്കെതിരെ ചെറുത്തു നിന്നുകൊണ്ട് അഴിമതിയില്ലാതെ അവൾ ഭരണം കാഴ്ചവെക്കുമ്പോൾ അത്തരക്കാരെ വീഴ്ത്താൻ ഒരല്പം പാടാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ അവളുടെ ആ കളങ്കിതമല്ലാത്ത അവളുടെ ഈ സർവീസിൽ അങ്ങനെ ഒരു കളങ്കം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതിന് തലയ്ക്ക് വേദന എടുക്കാൻ കൈ തന്നെ വെട്ടിക്കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴേക്കും എന്തായാലും ചിറ്റമ്മൻ പറ, എനിക്കൊന്നും മനസ്സിലായില്ല, വ്യക്തമായിട്ട് ചിറ്റമ്മൻ പറ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് മുകളിൽ നിന്ന് ഒരു കുപ്പിയുമായിട്ടെത്തി. കണ്ടില്ലേ, തീർന്നു, ഇത് തീർന്നു, ഇനി ഒട്ടും മദ്യയില്ല ഇവിടെ. മദ്യപ്പുഴ ഒഴുകുമെന്ന് പറഞ്ഞിട്ട് എവിടെ ഒരെണ്ണം പോലും കിട്ടുന്നില്ലല്ലോ, ഒരു സ്മോള് പോലും എന്ന് പറഞ്ഞ് ആ കുപ്പി അവരുടെ നടുക്കേക്ക് വലിച്ചെറിയണം. നിലത്തോട്ട് വലിച്ചെറിഞ്ഞിട്ട് രോഹിത് താഴേക്ക് ഇറങ്ങി വന്നു. അല്ല, നിങ്ങൾ ഇവിടെ മദ്യപ്പുഴ ഒഴുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തുള്ളി പോലും കുടിക്കാനില്ലല്ലോ, എവിടെയാണത്, എവിടെ എന്നൊക്കെ ചോദിച്ച് രോഹിത് ബഹളം വെച്ചതും ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു, ടാ, നിർത്തുന്നുണ്ടോ നിന്റെ ഈ ബഹളം? നിനക്കറിയാലോ ഇവിടെ സംഭവിച്ചത് എന്തൊക്കെയാണെന്ന് എന്ന് രോഹിത്തിനോട് സുസ്മിത ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും ഉടനെ ചന്ദ്രബോസിന്റെ കാൽച്ചുട്ടിൽ ചെന്നിരുന്നിട്ട് രോഹിത് ചോദിച്ചു, എന്റെ ചന്ദ്രബോസ് സാറേ, നിങ്ങൾ പറഞ്ഞതുപോലെ ഇവിടെ പുഴയൊന്നും വേണ്ട. അതെ, ഒരു പെഗ്ഗെങ്കിലും കിട്ടുവോ ഒന്ന് വായൊന്ന് നനയ്ക്കാനായിട്ട് എന്ന് ചോദിച്ചതും ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു, എടാ, നിനക്ക് നിന്റെ ബെഡ് നിറച്ച് കുപ്പികൾ നിരത്തി വെച്ച് തരാം. നിന്റെ കിടക്ക മുഴുവൻ കുപ്പി കൊണ്ടേ വെക്കാം, മദ്യക്കുപ്പി കൊണ്ടുവന്ന് വെക്കാം. അതിനെ ഒറ്റയൊരു വഴിയേ ഉള്ളൂ, മനസ്സിലായോ? നിനക്ക് ഇപ്പോ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് മറുപടി പറയണം. നിനക്ക് ആ ശാലിനിയെ ഇല്ലാതാക്കി തരാൻ പറ്റുമോ? ശാലിനിയുടെ ജീവൻ അങ്ങോട്ട് എടുക്കാവോ? ഒരാള് പോലും അറിയാതെ. ഇനി അഥവാ അതാരേലും അറിഞ്ഞാൽ, പിടിക്കപ്പെട്ടാൽ ജയിലിലും പോകണം. എന്താ നിന്നെ കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിച്ചതും രോഹിത് പെട്ടെന്ന് തന്റെ കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, കണ്ടില്ലേ എന്റെ ചന്ദ്രബോസ് സാറേ, എന്റെ കൈ കിടന്നുകൊണ്ട് വിറയ്ക്കുന്നത്. എനിക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് എന്തെങ്കിലും പറയാന്നല്ലാതെ ഒരാളുടെ ജീവൻ എടുക്കാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. ഇത് കണ്ടില്ലേ, കുടിക്കാത്തത് കൊണ്ടാണ്, മദ്യം ചെല്ലാത്തത് കൊണ്ടാണ് എന്റെ കൈകൾ പോലും വിറയ്ക്കുന്നത്. അതുകൊണ്ട് കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചതും ചന്ദ്രബോസ് രോഹിത്തിനെ തള്ളിയിട്ട്, ടാ, നിന്നെയൊക്കെ പിന്നെ എന്താടാ ചെയ്യേണ്ടത്? നിനക്ക് ഈ കുടിക്കണമെന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ.
എന്നാലേ നിന്റെ ആ ശാലിനിയെ തീർക്കാനായിട്ടുള്ള വഴി എന്താണെന്നാ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് കയറി നീ ഇടങ്കോലിട്ടാലുണ്ടല്ലോ എന്ന് ചോദിച്ചു. നിന്നെ ചവിട്ടി ഇല്ലാതാക്കും ഞാൻ എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് രോഹിത്തിന് നേരെ ചൂടായി. അപ്പോഴേക്കും ഉടനെ രോഹിത്ത് പറഞ്ഞു, ശരി, ഞാനേ ഇവിടെ എല്ലായിടത്തും ഒന്ന് നോക്കട്ടെ, ഇവിടെ മരുന്നിന് എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ് രോഹിത്ത് ആ വീട് മുഴുവൻ തപ്പാനായിട്ട് പോന്നു. ഇത് കണ്ടതോടെ ചന്ദ്രബോസ് പറഞ്ഞു, ഇവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞപ്പോ സുസ്മിത പറഞ്ഞു, അത് വീട് ചിറ്റപ്പ, നമ്മൾ പറഞ്ഞു നിർത്തിയെന്ന് തുടങ്ങാം. ആ തലയ്ക്ക് വേദനിക്കണമെങ്കിൽ കൈ വെട്ടണം, അത് പറ. ഇവിടെ തല എന്ന് പറയുന്നത് ശാലിനി, അപ്പൊ കൈ ആര് എന്ന് ചോദിച്ചതും ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു, വേറെ ആരാ, വിഷ്ണു, അവൻ തന്നെയാണ് കയ്യ്. ഇത് ഒരു ഈച്ചക്കുഞ്ഞു പോലും അറിയാതെ ഈ പദ്ധതി നമ്മൾ നടപ്പിലാക്കണം. പിന്നെ ശാലിനിക്ക് ഇരിപ്പുറക്കില്ല, ശാലിനി നെട്ടോട്ട് ഓടും, അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ചന്ദ്രബോസ് പറഞ്ഞു. അപ്പോഴേക്കും സുസ്മിത പറഞ്ഞു, അതെ, സർക്കാർ ലേബൽ ഒട്ടിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന മദ്യം ബിവറേജുകളിൽ കൊടുക്കുമ്പോ ഉണ്ടാകുന്ന ലാഭം, ബിവറേജുകാർക്കുണ്ടാകുന്ന ലാഭവും നമുക്കുണ്ടാകുന്ന ലാഭവും 50-50 അത് അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചാണ് നമ്മൾ ഇതിനെ തയ്യാറെടുത്ത് തുടങ്ങിയത്. അപ്പൊ പിന്നെ ബിവറേജുകാർ വെറുതെ ഇരിക്കുവോ? അവരുടെ ലാഭക്കൊയ്ത്ത് അത് വേണ്ടെന്ന് വെക്കുവോ? അതുകൊണ്ട് എത്രയും വേഗം നമ്മുടെ ഈ ബിസിനസ് നമുക്ക് വീണ്ടും തുടർന്നേ പറ്റൂ ചിറ്റപ്പ. അതിനെന്താന്ന് വെച്ചാൽ ചിറ്റപ്പൻ വേഗം തന്നെ ചെയ്യണം എന്ന് പറഞ്ഞത് ചന്ദ്രബോസ് പറഞ്ഞു, ഇന്ന് തന്നെ അതിന് വേണ്ട നീക്കങ്ങൾ നമ്മൾ നടത്തിയിരിക്കും. ശാലിനിക്ക് അവൾക്ക് സമാധാനത്തോടെ ഇനി ഇരിക്കാനുള്ള നിമിഷങ്ങൾ നമ്മൾ കൊടുക്കില്ല. ഒരു കാരണവശാലും വിഷ്ണുവും ശാലിനിയും രക്ഷപ്പെടാൻ പാടില്ല. നമ്മുടെ ഈ ബിസിനസ് എന്നേക്കുമായി അവസാനിപ്പിക്കണം എന്നല്ലേ അവർ പറയുന്നത്. അപ്പോ ഇതിനെതിരായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഒന്ന് ചെയ്യും, നോക്കിക്കോ. ഇനി അവർ രണ്ടുപേരും ഒരു കാരണവശാലും നമുക്കെതിരെ വരില്ല എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് സുസ്മിതയോട് തന്റെ പദ്ധതിയെക്കുറിച്ച് പറയുന്നു. പിന്നീട് കാണുന്നത് വിഷ്ണുവും കമലിനും കൂടി ലോഡുമായിട്ട് രാത്രിയിൽ വരികയാണ്. ലോറി ഓടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വിഷ്ണുവിന്റെ ഉറക്കം വരികയും വിഷ്ണു ബാ വിളിക്കുന്നത് കണ്ട് കമലൻ ചോദിച്ചു, ആശാൻ ഉറക്കം വരുന്നുണ്ടോ എന്ന് ചോദിച്ചതും ഉണ്ടെങ്കിൽ എന്താടാ എന്ന് ചോദിച്ചപ്പോ കമലൻ പറഞ്ഞു, ആശാനെ, എത്ര നാളായി ഞാൻ പറയുന്നു എന്നെയും കൂടി ഈ വളയം പിടിക്കാനൊന്ന് പഠിപ്പിക്കാൻ. എന്നെയും കൂടി വളയ്ക്കാൻ പഠിപ്പിക്കുവാണെങ്കിൽ ആശാന് കിടന്ന് ഉറങ്ങത്തില്ലേ ഉറക്കം വരുമ്പോ എന്ന് ചോദിച്ചു. അത് കേട്ടതും ഉടനെ വിഷ്ണു പറഞ്ഞു, വളച്ചാൽ മാത്രം പോരല്ലോ, ഇത് ഓടിക്കണ്ടേടാ എന്ന് ചോദിച്ചപ്പോ ഓടിക്കാൻ പിന്നെ എനിക്കറിയാമല്ലോ, പക്ഷെ ഒരു കണ്ടീഷനേ ഉള്ളൂ, ഹൈവേ ആയിരിക്കണം, ഹൈവേ കൂടി മാത്രമേ ഉള്ളൂ, കാരണം അവിടെയാകുമ്പോൾ വളവൊന്നും ഇല്ലല്ലോ എന്ന് കമലൻ പറയുന്നു. ഇത് കേട്ടതും വിഷ്ണു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ശരി, നീ നാളെ ഒരു പാക്കും വെറ്റിലയായിട്ടിങ്ങ് പോരെ, ദക്ഷിണ തന്നിട്ട് നാളെ തന്നെ തുടങ്ങാം എന്ന് പറഞ്ഞു. ആശാനെ, സീരിയസ് ആയിട്ടാണോ ആശാനെ എന്ന് ചോദിച്ചതും അതേടാ, കാരണമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ലോറിയൊക്കെ ഓടിക്കുമ്പോ നമ്മൾ അത് ശരിക്കും ഗുരുത്വത്തോടെ വേണം ചെയ്യാൻ. കാരണം ഇത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടി കൂടിയാ, പ്രശ്നങ്ങൾ ധാരാളം നമ്മൾ നേരിടേണ്ട കാര്യ ഈ ലോറി പോലുള്ള വണ്ടികൾ ഓടിക്കുമ്പോൾ. അതുകൊണ്ട് അതിനുള്ള കുറച്ച് മനക്കരുത്ത് കൂടി നമുക്ക് ഉണ്ടാവണം എന്ന് വിഷ്ണു കമലിനോട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആശാനെ, നമുക്ക് മുന്നിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നല്ലോ ആശാനെ, അത് കണ്ടോ എന്ന് പറഞ്ഞ് കമലൻ നേരെ നോക്കി പറയുന്നത് കേട്ടതും വിഷ്ണു പെട്ടെന്ന് നോക്കി. അപ്പൊ കുറച്ചു ദൂരെയായിട്ട് കുറെ പോലീസ് ജീപ്പ് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടു. എന്തോ പ്രശ്നം ഉണ്ടല്ലോ ആശാനെ എന്ന് കമലിനെ അറിയിച്ചു. നമ്മൾ എന്തിനാടാ പേടിക്കുന്നത്, നമ്മുടെ വണ്ടിയിൽ നിറച്ച് ഫ്രൂട്ട്സ് അല്ലേടാ എന്ന് വിഷ്ണു കമലിനോട് പറയുന്നു. അപ്പോഴേക്കും കമലിനാകെ സംശയമായി, ഇതെന്തോ കുഴപ്പമുണ്ടല്ലോ, ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് പോലീസുകാർ കൈ നീട്ടിയതും വണ്ടി നിർത്തറ എന്ന് പറഞ്ഞതും വിഷ്ണു വണ്ടി നിർത്തി. ഉടനെ വിഷ്ണുവിന്റെ അരികിലേക്ക് വന്നിട്ട് പോലീസ് നോക്കുമ്പോ നിന്റെ പേരെന്താടാ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും മറ്റൊരു കോൺസ്റ്റബിൾ വന്നിട്ട് വിഷ്ണുവിന്റെ ലോറിയുടെ നമ്പർ നോക്കിയിട്ട് പറഞ്ഞു, സാറേ, ഇത് ആ നമ്പർ തന്നെയാ എന്ന് പറഞ്ഞു. നിന്റെ പേരെന്താടാ എന്ന് എസ് ഐ ചോദിച്ചതും വിഷ്ണു എന്ന് പറഞ്ഞത് കേട്ട്, പേരും അത് തന്നെയാണ് പേരും അത് തന്നെയാണ് സാറേ എന്ന് കോൺസ്റ്റബിൾ അറിയിച്ചു. അത് കേട്ടതോടെ കമലിനാകെ സംശയമായി. ഉടനെ വിഷ്ണു പറഞ്ഞു, ഇത് നിറച്ചും ഫ്രൂട്ട്സാ സാറേ എന്ന് പറഞ്ഞതും അപ്പൊ നീ പഴങ്ങൾ കൊണ്ടുപോകുന്നേ ഉള്ളൂ അല്ലേടാ, കാര്യമുണ്ട് ശരിയാക്കാൻ എന്നിങ്ങനെ പറഞ്ഞു. ഉടനെ കമലിന് വീണ്ടും സംശയം തോന്നി. അപ്പോഴേക്കും രണ്ട് കോൺസ്റ്റബിൾമാർ വേഗം തന്നെ ആ ലോഡിന് മണ്ടയിലേക്ക് കയറിയിട്ട് അതിനകത്ത് എന്താ ഉള്ളതെന്നുള്ള സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഉടനെ കമലൻ പറഞ്ഞു, ആശാനെ, ഇതെന്തോ ചതിയാണെന്ന് തോന്നല്ലോ, എന്തോ വള്ളി കേസാ, നമുക്ക് എന്തോ പ്രശ്നം വരുന്നുണ്ട് ആശാനെ എന്ന് പറഞ്ഞു. ഉടനെ വിഷ്ണുവിനോട് പറഞ്ഞു, നീ ഇങ്ങോട്ട് ഇറങ്ങി നിന്നേടാ, ഞങ്ങളത് നോക്കട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണുവിനോട് വണ്ടിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ പറഞ്ഞു. കമലിന് വീണ്ടും സംശയമേറി തുടങ്ങി. ആശാനെ, ശരിക്കും ഇത് നമുക്കാരോ കെണിവെച്ചതുപോലെയുണ്ട്, കാരണം കൃത്യമായി നമ്മുടെ വണ്ടി നമ്പരും പേരും ഒക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്, ഇത് ആരോ എഴുതി കൊടുത്തതുപോലെ ഉണ്ട് ആശാനെ എന്ന് കമലൻ സംശയം പറയുമ്പോൾ വിഷ്ണുവിനും എന്തോ ഒരു അപകടം മണക്കുന്നു. പിന്നീട് വിഷ്ണുവിന്റെയും കമലിനെയും വണ്ടിയിൽ നിന്ന് ഇറക്കി കഴിയുമ്പോൾ പോലീസുകാർ വണ്ടി സെർച്ച് ചെയ്തപ്പോ അതിൽ നിന്ന് ഒരു കന്നാസുമായിട്ട് രണ്ട്
കോൺസ്റ്റബിൾമാർ പുറത്തേക്ക് ഇറങ്ങി. രണ്ടുപേരുടെയും കയ്യിൽ ഓരോ കന്നാസുകൾ. അവർ പറഞ്ഞു, ഉണ്ട് സാറേ, ഉണ്ട്, 2 കന്നാസ് നിറച്ചുണ്ട് സാറേ എന്ന് പറഞ്ഞ് അവരതുമായി താഴേക്ക് ഇറക്കിയതും വിഷ്ണുവും കമലിനും ഞെട്ടി. സ്പിരിറ്റ് എന്ന് പറഞ്ഞ് രണ്ടുപേരും ഞെട്ടലോടെ നോക്കുന്നു. അതോടെ എവിടെ ഇത് ചതി വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയതോടെ പോലീസ് തന്നെ പിടികൂടാൻ പോകുന്ന അറിഞ്ഞ ആ നിമിഷത്തിൽ വിഷ്ണു പോലീസുകാരെ തട്ടിമാറ്റി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. കമലൻ അവസാനം പോലീസിന്റെ പിടിയിലകപ്പെടുന്നു. ഈ വാർത്ത കൃത്യമായി തന്നെ അവിടേക്ക് എത്തിയ ചാനലുകാര് അവര് കൃത്യമായി ഷൂട്ട് ചെയ്യുകയും അത് അപ്പൊ തന്നെ എക്സ്ക്ലൂസീവായിട്ട് ചാനൽ വഴി അവർ പുറം ലോകത്തെ അറിയിച്ചു. വാർത്ത കേട്ടുകൊണ്ടിരുന്ന ശാരദാമ്മയും ശാലിനിയും ആ വാർത്ത കേൾക്കാൻ തുടങ്ങി. എക്സൈസുകാരും പോലീസുകാരും കുറെ നാളുകളായിട്ട് നോക്കിയിരുന്ന നോട്ടപ്പുള്ളിയായിരുന്നു വിഷ്ണു എന്ന് ACP ചന്ദ്രബോസ് പറഞ്ഞുവെന്നും അങ്ങനെ വിഷ്ണുവിന്റെ ലോറിയിൽ നിന്ന് തന്നെയാണ് 2 ജാറ് സ്പിരിറ്റ് കണ്ടെത്തിയിരിക്കുന്നത് എന്ന് ന്യൂസ് വന്നതോടെ ശാലിനിയും ശാരദാമ്മയും ഞെട്ടലോടെ നിൽക്കുന്നു. വിഷ്ണു ഓടി രക്ഷപ്പെട്ടു എന്ന് കൂടി അറിഞ്ഞതോടെ ശരിക്കും ഇത് വിഷ്ണുവിനെതിരെ നടത്തിയ ഒരു ചതിയാണെന്ന് അറിഞ്ഞതോടെ ശാലിനി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ സ്തംഭിച്ചു നിൽക്കുന്നു.